ഇതൊരു കസ്റ്റമറുടെ മെസ്സേജാണ്. ഒരു കുട്ടി അതിനും കഠിനമായ വായ്നാറ്റം മാസ്ക് ഇട്ടും കൊണ്ടാണ് സ്കൂളിൽ പോകുന്നതെന്ന് പറയുന്നു. നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. അവർ എഡിനോറ ഉപയോഗിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് പ്രഭാകരൻ, എഡിനോറ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. കുട്ടിക്ക് അത് വളരെ ഉപകാരപ്പെട്ടു എന്നിങ്ങനെ ഇവിടെ പറഞ്ഞതായിട്ട് മെസ്സേജ് ഞാൻ കണ്ടു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ടൂത്ത് പേസ്റ്റ്, ടൂത്ത് പൗഡർ അതെല്ലാം യൂസ് ചെയ്തതാണ്. കാരണം കുഞ്ഞിന് ഇപ്പൊ 8 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവന്റെ മോണ വീക്കവും പല്ലെല്ലാവരും വല്ലാതിലായിട്ട് അവന് സ്കൂളിൽ പോകുമ്പോ പോലും മാസ്ക് വെച്ച് വേണമായിരുന്നു പോകാൻ. അതുപോലെ വായ്നാറ്റമായിരുന്നു. ഒരുപാട് ടൂത്ത് പേസ്റ്റും ടൂത്ത് പൗഡർ മിക്കരിയിട്ട് തേപ്പിക്കും എന്തെല്ലാം ചെയ്യും അതെല്ലാം ചെയ്തു. പക്ഷെ ഒരു കുറവില്ലായിരുന്നു. അവസാനം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴൊക്കെ പറഞ്ഞ റൂട്ട് കനാൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ചെയ്യാൻ ഞങ്ങൾക്ക് മടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പം ഇങ്ങനെ നോക്കിപ്പോയപ്പോ ഈ എഡിനോരെ കണ്ടത്. അപ്പൊ ഇങ്ങനെ ആദ്യം ഞാനത് കണ്ടെങ്കിലും അങ്ങനെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അത് കണ്ടു. വായ്നാറ്റം നിങ്ങൾ കണ്ടപ്പോഴത്തെ മോണ വീക്കം എന്നൊക്കെ കണ്ടപ്പോ ഞാനത് എന്നാ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാനത് കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞു. അതുപോലെ പിന്നെ ഞാൻ അതിന്റെ കമന്റ്സ് വായിച്ചു. ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും കമന്റ്സ് അതെല്ലാം നോക്കിയിട്ടാണ്. അപ്പൊ കമന്റ്സ് വായിച്ചപ്പം ഒരൊറ്റ കമന്റ് പോലും അതിനകത്തൊരു നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ഒന്ന് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് കണ്ടാണ് ഞാനത് വാങ്ങിച്ച് യൂസ് ചെയ്ത് അവനെ ഒരു 2-3 ദിവസം ഞാനത്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേസ്റ്റ് ഇങ്ങനെ പല്ലെല്ലാം തേച്ച് പിടിപ്പിച്ച് 2 സെക്കൻഡ് ഇരിക്കണം എന്നിട്ട് വേണം ചെയ്യാനെന്ന്. അപ്പൊ ഞാൻ അതുപ്രകാരം അവനങ്ങനെ ചെയ്തു കൊടുത്തു. അങ്ങനെ 2-3 ദിവസം തേപ്പിച്ചു കഴിഞ്ഞിട്ട് അവന് സ്കൂളിൽ പോയിച്ച് വന്നപ്പോ അത്ര സമയമായില്ല. തേച്ച ഉടനെ എല്ലാം ഒന്നോർത്ത് സ്കൂളിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ വാ പിടിച്ച് മണത്ത് നോക്കി. പക്ഷെ ഒരു മണവും ഇല്ല. ആ വായ്നാറ്റം എന്ന് പറയുന്ന സംഭവം എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് അങ്ങ് സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടി ആ ഒരു കാര്യത്തിലേ. അപ്പം അതോടുകൂടി ആ ഒരു ഇതങ്ങ് അഥവാ തീർന്നൊരു ശകലം കൂടെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് അതിനാണ്. തീരാതെ തന്നെ. അപ്പൊ പിന്നെ ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഇപ്പം ബാക്കി എല്ലാം മാറ്റി വെച്ചു. ഈ ഒരൊറ്റ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ശരി, എന്തായാലും ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും പറയുന്നത് കേൾക്കാണ്ട് അതിൻ്റെ എല്ലാ റിവ്യൂകളും ഒക്കെ വായിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയതിന് ശേഷം അത് ഉപയോഗിച്ചതിലും അതുകൊണ്ട് ആ ഗുണമുണ്ടായതിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിക്കാരോട് നന്ദി പറഞ്ഞു. നിങ്ങളോടൊന്നും നന്ദി പറയണമല്ലോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയതില്. ഇത് ഒരുപാട് വർഷത്തെ ശ്രമഫലമായിട്ടാണ്. അതായത് ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് 1999-ലാണ്. അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയത്. പിന്നെ അത് ഫാമിലിയിൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ 2016 ഇതിനെ കൊമേഴ്ഷ്യലി ചെയ്താൽ എന്ത്, ഇത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടാൽ എന്ത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു ജനതയാണ്. ആ ജനത അവർ തുടങ്ങേണ്ടത് അവരുടെ വായിൽ നിന്നാണ്. കാരണം വായിൽ നിന്ന് നമുക്ക് നല്ല മൈക്രോബ്സ് അവിടെ ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമ്മുടെ ഗട്ട്, നമ്മുടെ ആമാശയം അതേപോലെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റി നിറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആമാശയം ഇതേപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അത് നമ്മൾ വായിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ അതായിരുന്നു എനിക്ക് ഈ പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുണ്ടായ ഒരു താല്പര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം.